ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലൊരു വെള്ളക്കടല കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം വെള്ളക്കടലയാണ് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതൊരു കുക്കറിലേക്കിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. 4-5 വിസിൽ വരുന്നത് വരെ ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പം അത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു പകുതി സവാളയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മൾ നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. അത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ജീരകവും കടുകും കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി മുറിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അത് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് റോസ്റ്റായി വരട്ടെ. ആ സമയം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച 1 ടേബിൾ സ്പൂണോളം വെള്ളക്കടലയും നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും കൂടി ആ തൈരിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കായം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇത് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തൈരിൻ്റെ കൂട്ട് ഒഴിച്ച് നല്ലതുപോലെ പാകത്തിന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നല്ലതുപോലെ ലൂസാക്കി എടുക്കുന്നത്. നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാകത്തിന് ലൂസാക്കി എടുത്താൽ മതി. നമ്മുടെ വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.